സുരേഷ് ഗോപി രാവിലെ അരുവിത്തുറ വല്യച്ഛനെ കാണാൻ പോകുന്നു, പാലാപ്പള്ളിയിൽ പോകുന്നു, സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് പോയി ആർച്ച് ബിഷപ്പിനെ കാണുന്നു, ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനെ കാണുന്നു. അപ്പോൾ ഒരു അന്തർധാര അവസാന നിമിഷം അല്ലെങ്കിൽ അവസാന ദിവസം വർക്കൗട്ട് ആവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഈ അവസാന മണിക്കൂറിൽ പൊട്ടുന്ന ബോംബുകൾക്ക് എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിയുമോ? പ്രകാശ് ജാവ്ദേക്കർ ഇവിടുത്തെ ഇടതുമുന്നണിയോട് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ഇ.പി. ജയരാജനോട് ആവശ്യപ്പെട്ടത് തൃശ്ശൂരിന്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ കേസുകളൊക്കെ നമുക്ക് റെഡിയാക്കാം എന്ന് പറഞ്ഞതാണ്. ഞാനതിനെ ഓൺ ചെയ്യുന്നൊന്നുമില്ല. നിനക്ക് വിഷമമായ? എനിക്ക് വിഷമം. ഞാനിത് അത് അങ്ങനെ പറ്റില്ല എന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. വാട്ടെവർ, തൃശ്ശൂർ എങ്ങനെയെങ്കിലും കഴിച്ചിലാക്കുക എന്നുള്ളതാണോ അവസാന ദിവസത്തെ അല്ലെങ്കിൽ അവസാന നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? അല്ല, ഞാൻ ആദ്യം താങ്കളുടെ ഇൻട്രോയില് അവസാന സമയത്ത് പൊട്ടുന്ന ബോംബുകൾ അതൊന്നും ഒരു പ്രശ്നമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അവസാന സമയത്ത് പൊട്ടിയ ഒരു ബോംബിൽ അഭിലാഷിന് വേവലാതി ഉണ്ടോ? ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും പറയരുത്. എനിക്ക് വേവലാതി ഒന്നുമില്ല. ഞാൻ എന്തിനാണ് ഇപ്പോൾ വേവലാതി ഉള്ളത്? പോലെ ആയിരുന്നല്ലോ ആ ഇൻട്രോ. അല്ലെ, ഒരു ചെറിയ സംശയം, ഒരു പഴയകാല വേവലാതി ആ മുഖത്ത് കാണുന്നുണ്ട്. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ്. മുമ്പ് നേരെ ഇ.പി. ജയരാജനെതിരായതുകൊണ്ട് താങ്കൾക്ക് വേവലാതി ഉണ്ടോ എന്ന് താങ്കളുടെ മുഖത്തിലും പറച്ചലിലും ഒക്കെ തോന്നിയതുകൊണ്ട് പറഞ്ഞ ഇയാൾ എന്തിനാ കരയുന്നത്? ഒരു ഫീലിംഗ് അങ്ങനെ ഇല്ലെങ്കിൽ നല്ലത്. അനിൽകുമാർ സംസാരിച്ചത് ഇ.പി. ജയരാജനെതിരെ മാത്രമല്ല, സകലയിടത്തും ബോംബ് വീണ അവസ്ഥയാണ്. അതൊക്കെ പൊട്ടാതിരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കാന്നല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അത് നമുക്ക് ശരി, താങ്കളുടെ വേവലാതി സാരമില്ല, സ്വാഭാവികമെന്ന് പറഞ്ഞ് ഞാനതിനെ വിടാം. പക്ഷെ താൻ എന്ത് സംസാരിക്കാനാണ്? താങ്കൾ ചോദിച്ചത് എന്താ? സീറോ മലബാർ സഭയിൽ പോകുന്നുണ്ടോ? NSS ആസ്ഥാനത്ത് പോകുന്നുണ്ടോ? സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിൽ അത് താങ്കളായാലും പോകും. ഒരു മാധ്യമ മറ്റേ ചാനലിന്റെ ഉടമസ്ഥൻ കിണറ്റിൽ വരെ ഇറങ്ങി. പിന്നെയാ മാധ്യമ മറ്റേ ചാനലിന്റെ ഉടമസ്ഥൻ കിണറ്റിൽ വരെ ഇറങ്ങി. പിന്നെയാ ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. അല്ല, കെ മുരളീധരൻ പോയതെന്ന് നിങ്ങൾക്ക് പറഞ്ഞില്ല. ഇന്ന് കെ മുരളീധരൻ പോയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ, അത് നിങ്ങൾ പറഞ്ഞില്ല. ഇന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പോയിട്ടുണ്ട്, അത് പറഞ്ഞില്ല. അപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം മാത്രം ഉയർത്തി പറയുന്നു. തീർക്കാം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന് താങ്കളെപ്പോലെയുള്ള ആളുകൾ പോലും, എന്ന് പറഞ്ഞാൽ അഭിലാഷിന്റെ ഒരു സർവേ ഞാൻ കണ്ടു. ആ സർവേയിലും അഭിലാഷ് പറയുന്നത് കേട്ടു, ഹെലികോപ്റ്റർ ദാ വരുന്നു, ദാ ഇറങ്ങി, ദാ 370 സീറ്റ് എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായമായിട്ട് പറഞ്ഞതല്ല, അതൊരു ദേശീയ ഏജൻസി തയ്യാറാക്കിയ സർവേ ആണ്. ആ സർവേ അത് മാർച്ച് മാസത്തിലാണ്, മെയ് അവസാനം ജൂൺ വരെ തെരഞ്ഞെടുപ്പില്ലേ? ഞാൻ മാതൃഭൂമിയുടെ സർവേ പറഞ്ഞേ, അതിനകത്ത് നിങ്ങളാണ് പറഞ്ഞതെന്ന് മാത്രം. അപ്പൊ മോദി വീണ്ടും അധികാരത്തിൽ വരില്ല, ഒരു BJP-കാരൻ ഇന്ത്യ രാജ്യത്തിന് പ്രധാനമന്ത്രിയാകില്ല, അതാണ് ഞങ്ങളുടെ ഉറപ്പ്. അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. അതെ അതെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഈ രാജ്യത്ത് ജയിക്കില്ല എന്ന് കോൺഗ്രസുകാർ തിരിച്ചറിഞ്ഞു. അങ്ങനെ കോൺഗ്രസ് ജൂനിയർ പാർട്ണർമാരായിട്ടാണ് ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നത്. CPM-ന്റെ ജൂനിയർ പാർട്ണറാണ് ബംഗാളിൽ കോൺഗ്രസ്. CPM ആണ് അവിടെ കൂടുതൽ സീറ്റ് മത്സരിക്കുന്നത്. CPM കൂടെ മത്സരിക്കുന്ന 80 സീറ്റോളം വരും. അതിനർത്ഥം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇന്ത്യ മുന്നണി, ഇന്ത്യ ബ്ലോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ശക്തി. നീ ഒരു മഹാമണ്ടൻ തന്നെ. അത് മറന്നുകൊണ്ടുള്ള വർത്താനൊന്നും ആരും പറയണ്ട. കുഴൽനാടൻ ഞങ്ങൾക്കെതിരെ നുണ പറഞ്ഞിങ്ങനെ പോയി. ഇന്നത്തെ രാത്രിയിൽ പറയാം, കേരള മുഖ്യമന്ത്രിക്കെതിരെ ഒരു അന്വേഷണവും ഇല്ല. കേരള മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട ഒരു അന്വേഷണവും ഇല്ല. മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞ മുഴുവൻ പേര് നുണയാൻ തെളിഞ്ഞിരിക്കും. തിരിച്ച് കരിമണലുമായി ബന്ധപ്പെട്ട കുറ്റവാളി ആന്റണിയാണ് എന്നതിന്റെ തെളിവുകളാണ് കുഴൽനാടൻ പുറത്തു കൊണ്ടുവന്നത്. ഞാൻ താങ്കളോട് ചോദ്യം, ബംഗാളിൽ ഞങ്ങൾ നിങ്ങളുടെ ജൂനിയർ പാർട്ണറാന്നൊക്കെ പറയുന്നു. ഞങ്ങളുടെ MLA ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ ഒരു CPM-ന്റെ പ്രതിനിധിക്ക്, CPM-ന്റെ ഒരു പ്രവർത്തകന് ബംഗാൾ നിയമസഭയ്ക്ക് ഹാളിനകം കാണാൻ കഴിയൂ. ആ ഗ്യാലറിയിൽ കയറണമെങ്കിൽ കോൺഗ്രസിന്റെ MLA ഒപ്പിടണം, അല്ലെങ്കിൽ TMC-യുടെ നമ്മുടെ തൃണമൂൽ കോൺഗ്രസിന്റെ MLA ഒപ്പിടണം.
അല്ലെങ്കിൽ BJP-യുടെ എം എൽ എ ഒപ്പിടണം. നിങ്ങൾക്ക് ആ ഗ്യാലറി എത്ര വർഷം ഭരിച്ചവരാ നിങ്ങൾ തുടർച്ചയായി? അവിടെ ഗ്യാലറിയിൽ കയറാൻ ഒപ്പിട്ട് കൊടുക്കാൻ ഒരു MLA ഇല്ല എന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാമോ? ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. എന്നിട്ടും പറയാം ഞങ്ങൾ നിങ്ങളുടെ ജൂനിയർ പാർട്ണറാന്നൊക്കെ. വന്നിരുന്ന് വീമ്പിളക്കുമ്പോഴേ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണ്ടേ? പിന്നെ താങ്കൾ പറയുന്നു കോൺഗ്രസ് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ രണ്ടാമത് നിൽക്കുന്നത് നിങ്ങളാണെന്ന് പറയുന്നു. ഞങ്ങൾ രണ്ടുപേരോട് ചേർന്ന് 68 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. അനിൽകുമാറെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റുകളുടെ കണക്ക് നോക്കിയാൽ, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് ഷെയറിന്റെ കണക്ക് നോക്കിയാൽ, നിങ്ങൾ BJP മുന്നണിക്ക് പുറത്ത് നോക്കിയാൽ 12ാം സ്ഥാനത്താണ്. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഞാൻ നിങ്ങളെ തെളിയിച്ചു തരാം. സീറ്റുകളുടെ എണ്ണം എടുത്താൽ, വോട്ട് ഷെയറിന്റെ കണക്കെടുത്താൽ നിങ്ങൾ 12ാം സ്ഥാനത്താണെന്ന കാര്യം താങ്കൾ മറക്കരുത്. ചുമ്മാ ഇങ്ങനെ വന്ന് തള്ളിക്കളയരുത്. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. അപ്പോൾ ഇനിയിപ്പോൾ അനിൽകുമാർ 2024 ആകുമ്പോഴേക്കും അനിൽകുമാർ ദല്ലാൽ നന്ദകുമാറിനെ കാണുമോ ഇല്ലയോ എനിക്ക് പറയാൻ പറ്റില്ല. കാണാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് പടവലങ്ങ പോലെ താഴേക്ക് പോവല്ലേ CPM. ഉപ്പ് വെച്ച കലം പോലെ ഇല്ലാതാവുമല്ലേ. അപ്പോൾ 4 സീറ്റിന് വേണ്ടി മരപ്പട്ടിയാണോ മോശമല്ലേ? ഈ അനിൽകുമാറിനെ പോലെയൊക്കെയുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ മരപ്പട്ടിയും ഈനാമ്പച്ചിയൊക്കെ ആയിട്ട് നടക്കുന്നത് ഒരു സങ്കടമല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ദല്ലാൽ നന്ദകുമാറിനെ ഒക്കെ സമീപിക്കായിരിക്കും. ഏറ്റവും വലിയ തമാശ എന്താണ്? BJP പോയിട്ട് ഗതി പിടിക്കാത്ത ഗോപാലകൃഷ്ണനോട് BJP ചേരാൻ ആരാണ്ട് എന്ന് പറഞ്ഞു എന്നാ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ ഗതി പിടിച്ചിട്ടില്ല. ആക്കി സത്യം പറയാൻ എന്റെ പാർട്ടി എന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കി പാർട്ടി അധികാരത്തിൽ വന്നാൽ ഞാൻ എവിടെ ഉണ്ടാകുമെന്ന് അനിൽകുമാറെ തനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. തന്റെ പാർട്ടി അധികാരത്തിലുണ്ട്. താൻ എവിടെയാ? നിങ്ങൾ എവിടെയാ? നിങ്ങൾ എവിടെയുമില്ല. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.